ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പല പല സർവേകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത്തരത്തിലുള്ള സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ സർവേ പുറത്തുവിട്ടിരിക്കുന്നത് ആജ് തക് സീ വോട്ടറാണ്. ആജ് തക് സീ വോട്ടർ സർവേ എന്താണ് പറയുന്നത് എന്ന് നോക്കുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ ദിവസം വേറൊരു സർവേ പുറത്തു വന്നിരുന്നു. അത് ന്യൂസ് 18 സർവേയാണ്. അത് ന്യൂസ് ഇന്ത്യ മലയാളം അടക്കം പുറത്തുവിട്ട ഒരു സർവേ ഫലം കൂടിയാണ്. അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നരേന്ദ്രമോദിയുടെ അവസ്ഥ എന്താണ്? 88% ആൾക്കാർ നരേന്ദ്രമോദിയെ ഓപ്പറേഷൻ സിന്ദൂറിൽ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ്. പോരാത്തതിന് ന്യൂസ് 18 കൃത്യമായി വിലയിരുത്തുന്നത് കേരളത്തിലടക്കം മൈനോറിറ്റീസിൻ്റെ ഇടയിൽ നരേന്ദ്രമോദിക്ക് വലിയ ജനപ്രീതി ഉയർന്നു എന്നുള്ളതാണ് ആ സർവേയിൽ സൂചിപ്പിക്കുന്നത്. ഇത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായിരുന്നു. കോൺഗ്രസിൻ്റെ ജനപ്രീതി ഇടിഞ്ഞുവെന്നും സർവേയിൽ പറയുന്നുണ്ട്. ഇപ്പോഴിതാ ആജ് തക് സീ വോട്ടർ സർവേയിലാണ് നരേന്ദ്രമോദി വേവ്, അതായത് മോദി തരംഗമാണ് ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നത്. ഈ 66% ആൾക്കാർ നരേന്ദ്രമോദിയുടെ ഈ ഭരണത്തിൽ വളരെയധികം, അതായത് സന്തോഷത്തിനും അപ്പുറമാണ്, വളരെയധികം സന്തുഷ്ടരാണ് എന്നുള്ളതാണ്. വെറും 16% ആൾക്കാർ മാത്രമാണ് നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ അസന്തുഷ്ടി പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ സർവേ ഫലത്തിൽ കൃത്യമായി പറയുന്നത്. 16% ആൾക്കാർ എന്ന് പറയുമ്പോൾ 66% ആൾക്കാർ വളരെയധികം സന്തോഷത്തിലാണ് നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ. ബാക്കിയുള്ള ആൾക്കാർ കുഴപ്പമില്ലാത്ത ഭരണമാണ് നരേന്ദ്രമോദി കാഴ്ചവെക്കുന്നതെന്ന് പറയുന്നു. വെറും 16% ആൾക്കാർ മാത്രമാണ് നരേന്ദ്രമോദി ഭരിക്കുന്നത് മോശമാണ് എന്ന് പറയുന്നത്. ആ 16% ചിലപ്പോൾ സുഡാപ്പികളും കമ്മികളും ഒക്കെ കാണുമായിരിക്കും. എന്തായാലും 66% ആൾക്കാർ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സർവേയുടെ മറ്റൊരു പ്രധാനമായിട്ടുള്ള വിലയിരുത്തൽ എന്ന് പറയുന്നത്. കോൺഗ്രസ് വിൽ സഫർ ലോസസ് ഡ്യൂ ടു കമൻസ് ഓൺ ശശി തരൂർ എന്നാണ് സർവേ കൃത്യമായി സൂചിപ്പിക്കുന്നത്. അതായത് ശശി തരൂർ നമ്മുടെ രാജ്യത്തിൻ്റെ കൂടെ നിന്നപ്പോൾ, രാജ്യത്തിൻ്റെ കൂടെ ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്നപ്പോൾ ആ ശശി തരൂരിനെ തള്ളിപ്പറഞ്ഞ കോൺഗ്രസ് അതിൻ്റെ വലിയ രീതിയിൽ അതിന് പേ ഓഫ് ചെയ്യും. അതായത് വലിയ രീതിയിൽ അതിന് കോൺഗ്രസ് വില കൊടുക്കേണ്ടി വരുമെന്നാണ് ഈ സർവേ ഫലം സൂചിപ്പിക്കുന്നത്. പോരാത്തതിന് വരുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ കോൺഗ്രസിന് ഈ നിലപാട് വലിയ രീതിയിലുള്ള തിരിച്ചടിയാകുമെന്നും ഈ സർവേ ഫലം സൂചിപ്പിക്കുന്നുണ്ട്. ഇനി തെരഞ്ഞെടുപ്പ് വരാനുള്ളത് ബീഹാറിലും വെസ്റ്റ് ബംഗാളിലും ഒക്കെയാണ്. ഈ ബീഹാറിലും വെസ്റ്റ് ബംഗാളിലും തമിഴ്നാട്ടിലുമൊക്കെ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിടേണ്ടി വരും. തമിഴ്നാട്ടിൽ എന്തായാലും കോൺഗ്രസ് ഇല്ല, പശ്ചിമ ബംഗാളിൽ കോൺഗ്രസ് ഇല്ല, ബീഹാറിൽ കോൺഗ്രസ് ഉണ്ട്. പക്ഷേ അവിടെ കോൺഗ്രസിൻ്റെ നില എന്താവുമെന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും 52% ആൾക്കാരാണ് കോൺഗ്രസ് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ തോറ്റു തുന്നമ്പാടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ സർവേ എല്ലാം പുറത്തു വന്ന ശേഷം കോൺഗ്രസ് ക്യാമ്പ് ആകെ അസ്വസ്ഥമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.